പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ചെറിയൊരു തൈയിൽ ഇത്രയും പ്ലംസ് ഉണ്ടാവുമോ, അങ്ങനെ എന്താണ് നിങ്ങൾ ഇതിന് മാത്രം ഇതിൽ വളം പ്രയോഗിച്ചത്, എന്താണ് ഇതിൻ്റെ ടെക്നിക്ക്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. കാരണം അത്രയും ചെറിയ തൈയിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള പരിപാലനം കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് 150 രൂപയോളം നമ്മൾ ചിലവാക്കണം നമുക്കങ്ങനെ ചെയ്യണമെങ്കിൽ. നല്ല മാർക്കറ്റിൽ നല്ല വിലക്ക് കിട്ടുന്ന പ്ലം വാങ്ങിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മുള്ളുള്ള നാരങ്ങത്തൈ പോലുള്ള തൈകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കണ്ടോ, കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഓരോ മുള്ളിൽ കണക്കാക്കിയിട്ട്, നാരങ്ങത്തൈയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ മുള്ളുണ്ടാവും. മുള്ളിൽ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിങ്ങനെ പിന്നെ ഇത് വെച്ചാൽ മതി. അത് കുറച്ച് ഒരു കേടൊക്കെ വന്നിട്ടുണ്ട് ഈ പ്ലമേ. ഒന്നാമത് നമ്മൾ വീഡിയോ ചെയ്യാൻ നേരം വൈകിയതേ, ഈ പ്ലം മാർക്കറ്റിൽ കിട്ടാതെ വന്നു. നല്ല വൃത്തിയുള്ള പ്ലം ഒന്നും കിട്ടാതെ വന്നു. കാരണം 250 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല വൃത്തിയുള്ള പ്ലം കിട്ടണം, നമുക്ക് കഴിക്കുകയും കൂടി ചെയ്യാമല്ലോ. നമ്മൾ പിന്നെ മറ്റുള്ള ഈ രഹസ്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഫസ്റ്റുള്ള ജാട യൂട്യൂബുകാരല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളും കൂടെ പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് ജാടയൊന്നുമില്ല. ഇപ്പോൾ ഒരു വ്യൂവർ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മളത് കാണിച്ചു തരും. കാരണം നമുക്കത്ര ജാട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഓരോ മുള്ള് ശ്രദ്ധിച്ചിട്ട് ഈ മുള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മതി. ഒരുപാടൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് കംപ്ലൈൻ്റ് ആയ പ്ലമ്മാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ് നമുക്ക് വന്നത്. പിന്നെ വേറെ എന്താ പറയേണ്ടത്, പിന്നെ നമ്മൾ മാങ്കോസ്റ്റ് ചെയ്തത് കാണിച്ചില്ല. മാങ്കോസ്റ്റ് നല്ല ചാക്കൂലുകൊണ്ട് കെട്ടി കിട്ടുന്നത്. പിന്നെ മാങ്കോസ്റ്റിക്ക് ഒരു മാർക്കറ്റ് വില നല്ല വില ആയതുകൊണ്ട് ഞാൻ ഇത്തവണ അതൊന്നും പരീക്ഷിച്ച് കാണിച്ചിരുന്നില്ല കേട്ടോ. ചാക്കൂലുകൊണ്ട് കെട്ടി വെച്ചതായിരുന്നു. പിന്നെ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ല നാരങ്ങ തൈയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ ചോദിച്ചാൽ മതി. ഇത്തരം രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.